ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ജനം എക്സ്ക്ലൂസീവ്. കേരളത്തിൽ ശരിയത്ത് പ്രസവം വ്യാപകമാകുന്നു. ശരിയത്തനുസരിച്ച് വീട്ടിൽ പ്രസവിക്കുന്നവർക്ക് അവാർഡുകൾ ഏർപ്പെടുത്തുകയാണ് ഒരു സംഘടന. അക്കുഷ് എന്ന പേരിലുള്ള ഈ സംഘടനയാണ് അവാർഡ് നൽകിയത്. വീട്ടിൽ പ്രസവിക്കുന്നവർ ധീര വനിതകളെന്ന് ഇവർ പ്രഖ്യാപനവും നടത്തി. വീടുകളിൽ പ്രസവിച്ച കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ളവരുടെ സംഗമം വരെ ഇവർ നടത്തി. അതേസമയം സംഭവത്തിൽ വിമർശനം ശക്തമാവുകയാണ്. കേരളം താലിബാനോ എന്നുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകളായി വരുന്നത്. ഇത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന, വളരെ മോശപ്പെട്ട ഒരു സന്ദേശം നൽകുന്ന ഒരു നീക്കമാണ്. അതായത് ഒരു ശരിയത്ത് പ്രസവം എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ളൊരു നീക്കമാണ് അക്കുഷ് എന്ന സംഘടന മുന്നോട്ട് വെക്കുന്നത്. വീടുകളിൽ പ്രസവിക്കുന്ന വനിതകൾ, ധീരവനിതകൾ എന്നുള്ള നിലയിൽ ഇവർ അവാർഡുകൾ നൽകിക്കഴിഞ്ഞു. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയ്ക്ക് പോലും വെല്ലുവിളി ഉണ്ടാകുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം ഇവർ വ്യാപകമാക്കിയിട്ടുള്ളത്. ഇത് അറിഞ്ഞവർ പോലും, ആരോഗ്യ മേഖലയിലുള്ളവർ, അതേപോലെ തന്നെ നമ്മുടെ നിയമ സംവിധാനങ്ങളെല്ലാം ഇത്തരം സംഘടനയുടെ നീക്കങ്ങളെ കണ്ണടച്ച് അവർ ഇതൊന്നും കാണുന്നില്ല എന്നുള്ള തരത്തിൽ അവർ മുന്നോട്ട് പോകുന്നു. ഈ വാർത്തകളുമായി കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ ചേരുന്നു. അനഘ, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. വീടുകളിൽ കൂടുതൽ പ്രസവം വ്യാപകമാക്കാൻ ഒരു സംഘടന രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇത്തരത്തിൽ വീടുകൾ പ്രസവം നടത്തുന്ന സ്ത്രീകൾക്ക് പ്രത്യേക അവാർഡ് ഏർപ്പെടുത്തുന്നു. അവരെ ധീര വനിതകളായി പ്രഖ്യാപിക്കുന്നു. അതായത് നമ്മുടെ ആരോഗ്യ മേഖലയെ എല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ടുള്ള നീക്കം. നമുക്കറിയാം, പോളിയോ നിർമ്മാർജ്ജനത്തിന് ഉള്ള മരുന്നുകൾ പോലും വിതരണം ചെയ്യുന്നതിന് തടസ്സം നിന്ന സംഘടനകളെപ്പറ്റി നമ്മൾക്കറിയാം. അതിൻ്റെ തുടർച്ചയെന്നോണം ഇത്തരം നീക്കങ്ങളെ കാണേണ്ടതല്ലേ? കാരണം ആശുപത്രികളിൽ പോവുക, ചികിത്സ നടത്തുക, ഇതൊന്നും ശരീരത്തിന് അനുകൂലമായ നീക്കമല്ല. അതുകൊണ്ട് വീടുകളിൽ തന്നെ പ്രസവം നടത്തുക എന്നുള്ള ഒരു വലിയ സന്ദേശം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെറ്റായ ഒരു സന്ദേശം, അത് വ്യാപകമാക്കാൻ തന്നെയല്ലേ ഈ സംഘടനയുടെ നീക്കം? അനഘ ഹർഷൻ. തീർച്ചയായും വിനോദ്, നമ്മൾ നവോത്ഥാന മതിൽ പണിത അല്ലെങ്കിൽ നവോത്ഥാന കേരളത്തിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ്. ഈ വീട്ടിൽ പ്രസവിച്ച, അതായത് മതനിയമം അനുസരിച്ച്, ശരീഅത്തനുസരിച്ച് വീട്ടിൽ പ്രസവിച്ച സ്ത്രീകൾക്കാണ് ഇപ്പോൾ ഒരു വേദിയിലിരുത്തി അവരെ വിളിച്ചു വരുത്തി അവർക്ക് ആദരം അല്ലെങ്കിൽ അവർക്ക് സമ്മാനദാന ചടങ്ങ്, അവാർഡ് ദാന ചടങ്ങ് നടത്തിയിരിക്കുന്നത് എന്നതാണ്. കൃത്യമായി തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇത്തരത്തിൽ ആ അവാർഡ് വാങ്ങാൻ എത്തിയ സ്ത്രീകളെ കണ്ണു മാത്രം പുറത്ത് കാണിച്ചുകൊണ്ട്, മുഖം മുഴുവനായും മറച്ചുകൊണ്ട്, തന്റെ ഐഡന്റിറ്റി, തങ്ങൾ ആരാണെന്ന് പോലും മനസ്സിലാക്കാത്ത വിധത്തിൽ ആ വീഡിയോ സത്യത്തിൽ കാണുമ്പോൾ സങ്കടം തോന്നിപ്പോകുന്ന ഒരു വീഡിയോ ആണ്. അങ്ങനെ മുഖം മറച്ചുകൊണ്ട് സ്ത്രീകൾ ആ വേദിയിലേക്ക് എത്തുന്നു. എന്നിട്ട് ആ സ്ത്രീകളിൽ ഒരാൾ തന്നെയാണ് പറയുന്നത്, ഇത്തരത്തിൽ വീട്ടിൽ പ്രസവിച്ച സ്ത്രീകൾ അവർ ധീരയായ വനിതരാണ്, അവരെ ഇതേപോലെ ഈ രീതി മറ്റ് സ്ത്രീകൾ കൂടി ഉൾക്കൊള്ളണം, മറ്റുള്ളവർ കൂടി ഈ രീതി പിന്തുടരണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആ വേദിയിൽ പറയുന്നത് എന്നതാണ്. ഈ വാദങ്ങൾ, ഈ വേദിയിൽ നിന്ന് ഒരു വനിത ഈ കാര്യങ്ങൾ പറയുമ്പോൾ വേദിക്കുള്ളിൽ നിന്ന് കയ്യടി ഉയരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട് എന്നതാണ്. ഈ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള, അങ്ങനെ അക്കുഷ് എന്ന സംഘടനയ്ക്കു കീഴിലുള്ള കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളാണ് ആ വേദിയിൽ ഉണ്ടായിരുന്നത്. അവർക്കാണ് അവാർഡ് ദാന ചടങ്ങ് നൽകിയിരിക്കുന്നത്. ഈ അവാർഡ് എന്തിനാണ് കൊടുത്തത് എന്ന് ചോദിച്ചാൽ, അത് വീട്ടിൽ പ്രസവിച്ച ഈ സമൂഹം, ഈ രീതിയിൽ എത്തി നിൽക്കുന്ന ആധുനിക സമൂഹത്തിൽ, മനുഷ്യൻ ചന്ദ്രനിൽ പോയി ആ രീതിയിലേക്ക് എല്ലാ രീതിയിലും സമൂഹം പുരോഗമിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് വീട്ടിൽ പ്രസവിച്ചവർക്ക് ഒരു അവാർഡ് വിതരണം അക്കുഷ് എന്ന് പറയുന്ന ഒരു മുസ്ലിം സംഘടന, അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾ, വീട്ടിൽ പ്രസവിച്ച മുസ്ലിം സ്ത്രീകൾക്ക് അവാർഡുമായി ഒരു സംഘടന തന്നെ രംഗത്തെത്തുന്നത് എന്നാണ്. മാത്രമല്ല, കണ്ണും മുഖവും ഒക്കെ മറച്ച്, സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട്, അതുപോലും പുറത്ത് കാണിക്കാൻ പറ്റാത്തത്ര സ്വാതന്ത്ര്യമില്ലാത്ത വനിതകൾ ആ വേദിയിലേക്ക് എത്തുകയും, തങ്ങൾ അങ്ങനെ വീട്ടിൽ പ്രസവിച്ച കുട്ടികളുമായിട്ടാണ് വനിതകൾ ആ വേദിയിലേക്ക് എത്തുന്നത്. ഇവർ വളരെ സന്തോഷത്തോടെ തങ്ങളുടെ അവാർഡ് വാങ്ങി മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ആ വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ വീഡിയോ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. ഇതിനിടയിൽ വരുന്ന കമന്റുകളാണ് ഏറെ പ്രസക്തം. അതായത്,
ഈ നവോത്ഥാനം പ്രസംഗിക്കുന്ന ഇടതുപക്ഷം നവോത്ഥാനത്തിനായി വനിതാ മതിൽ കെട്ടി ആ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നതടക്കമുള്ള കമന്റുകൾ വരുന്നുണ്ട്. ഒരു നിമിഷം കേരളം താലിബാൻ ആണോ എന്ന് തോന്നിപ്പോവുകയാണ് എന്നതടക്കമുള്ള കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് എന്നതാണ്. പക്ഷെ ഇപ്പോഴും ഇങ്ങനെ ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് വീട്ടിൽ പ്രസവിച്ച എല്ലാ ആധുനിക സൗകര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് അപകടകരമായ രീതി, അതായത് മതം പറയുന്ന ശരീഅത്ത് നിയമം അനുസരിച്ച് ഈ പ്രാകൃത ആശയത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു എന്ന ഒരു കാര്യം കൂടിയാണ് നമുക്ക് ആ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഇത്തരത്തിൽ വീട്ടിൽ പ്രസവിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് എന്നൊരു സാഹചര്യം, കേരളത്തിൽ കൂടി വരികയാണ് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതിൽ ഏറ്റവും അധികം ആളുകൾ വീട്ടിൽ പ്രസവിച്ചിരിക്കുന്നത് മലപ്പുറത്താണ് എന്നതാണ്. മലപ്പുറത്തെ സംബന്ധിച്ച് ഏറ്റവും അധികം മുസ്ലിം പോപ്പുലേഷൻ ഉള്ളൊരു ജില്ല കൂടിയാണ് മലപ്പുറത്ത്. അങ്ങനെ നോക്കുമ്പോൾ മലപ്പുറമാണ് ഏറ്റവും അധികം വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകൾ വീട്ടിൽ പ്രസവിക്കുന്നത് എന്നതാണ്. ഈ വീട്ടിൽ പ്രസവിക്കുന്നതിന്റെ അപകടം, അതിന്റെ ജീവന് പോലും ഭീഷണിയാണ്, വാക്സിനേഷൻ ഇല്ല, അങ്ങനെ പല പല കാരണങ്ങൾ ഉണ്ട്. പക്ഷെ ഇതൊക്കെ തന്നെ ഈ ശരീഅത്ത് നിയമം അനുസരിച്ച് ഇതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒരു മതനിയമം മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം ഇവിടെ ഇപ്പോഴും ഈ സമൂഹം ഇത്രയധികം മുന്നോട്ട് പോകുമ്പോഴും ഉണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് വിനോദ് നമ്മൾ എന്തായാലും ഇന്ന് കണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണേണ്ട കാര്യമില്ല. ശൈശവ വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ പറഞ്ഞ ശിരോവസ്ത്രം ധരിച്ച് മാത്രം പരീക്ഷ എഴുതാൻ നിർബന്ധപൂർവം അവർ അങ്ങനെ തന്നെ പരീക്ഷ എഴുതണമെന്ന് നിർബന്ധം പിടിക്കുന്നു. ശൈശവ വിവാഹം, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ശരീഅത്ത് നിയമങ്ങളെല്ലാം ഓരോ തരത്തിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് എല്ലാ ഘട്ടത്തിലും ഈ മേഖലയിൽ നടക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് പോളിയോ മരുന്നിന് എതിരായ പ്രചാരണം, അത് പോളിയോ മരുന്ന് കഴിക്കേണ്ടതില്ല എന്നുള്ള പ്രചാരണം, ഇതിൻ്റെയൊക്കെ തുടർച്ചയെന്നോണം ഇതിനെ കാണേണ്ടതല്ലേ? ഇത്തരത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് തന്നെ വെല്ലുവിളി ആകുന്ന തരത്തിലുള്ള സമീപനങ്ങളാണ് ഈ മേഖലയിൽ നിന്നും, പ്രത്യേകിച്ചും ഈ പറഞ്ഞ മുസ്ലിം ജനവിഭാഗങ്ങൾ ഏറെയുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രചാരണം നടക്കുന്നത്. പക്ഷേ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സംഘടനകൾ പോലും ഇതിനെതിരെ പരസ്യമായി പ്രതികരിക്കുന്നില്ല. നമ്മൾക്കറിയാം മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾക്കാണ് ആ മേഖലയിൽ സ്വാധീനം. പക്ഷേ അവർ പോലും ഇത്തരം നീക്കങ്ങൾക്കെതിരെ പരസ്യമായ പ്രതികരണം നടത്തുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് അവിടെ നടന്നു എന്ന് അറിയുന്ന മറ്റ് സംഘടനകളും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള തീവ്രവാദ നീക്കങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമല്ലേ ഈ അവരെ അനുകൂലിക്കുന്ന സംഘടനകളിൽ നിന്നും ഉണ്ടാവുന്നത്? അനഘ ഹർഷൻ. വിനോദ്, തീർച്ചയായും ഇത്തരത്തിൽ ഒരു മതം, അതായത് പ്രാകൃത കാലത്തുണ്ടായിരുന്ന ഒരു ആശയമാണ്, അതിപ്പോഴും ചിലർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ആ ഉയർത്തിപ്പിടിക്കുന്നവർക്കൊപ്പം അത് പിന്തുടരുന്ന ഒരു സമൂഹം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇതിനെതിരെ സമൂഹത്തിൽ നിന്ന് എതിർ ശബ്ദങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. ഈ ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 ആണെന്ന് കൊട്ടിഘോഷിക്കുന്ന ആരോഗ്യമന്ത്രി പോലും അല്ലെങ്കിൽ മറ്റുള്ളവർ പോലും ഇത്രയധികം പറയുന്ന കേരളമാണ്. ആ കേരളത്തിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ വീട്ടിലെ പ്രസവിക്കുന്നവർക്ക് ഒരു അവാർഡ് ദാന ചടങ്ങ് നടത്തിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. മാത്രമല്ല, ഇതിനെതിരെ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഈ നവോത്ഥാന നായകന്മാരെന്ന് പറയുന്ന ഇടതുപക്ഷത്തിലെ ആരും ഈ രീതിയിൽ ഇതിനെതിരെ പ്രതികരിക്കുകയോ മറ്റെന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഇവരാരും തന്നെ തയ്യാറായില്ല. മാത്രമല്ല, ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം അത് ഇതിന് പുറകിലുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ആരും ഇത്തരത്തിലൊരു കാര്യം അഡ്രസ്സ് ചെയ്യപ്പെടാൻ ആരും തയ്യാറാകില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിൽ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അതിന് വാക്സിനേഷൻ ഉണ്ട്, മറ്റ് ചികിത്സകളുണ്ട്, അങ്ങനെ എല്ലാ രീതിയിലും എല്ലാം നൽകിക്കൊണ്ടാണ് മരണനിരക്ക് കൂടുതലാണ്, മരണനിരക്ക് കുറവാണ്, അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഇവിടെയുണ്ട്. അപ്പോൾ അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഒരു വിഭാഗം വീട്ടിൽ പ്രസവിക്കുക, അതിന് ആധാരമായി പറയുന്നത് അത് അവരുടെ മതം പറയുന്ന ശരീഅത്ത് നിയമം അനുസരിച്ചാണ് എന്നതാണ്. അതിനനുസരിച്ചാണ് തങ്ങൾ
പ്രവർത്തിക്കൂ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതിന് വലിയ പിന്തുണ സമൂഹത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നതാണ്. മാത്രമല്ല, ഈ അക്കുഷ് എന്ന് പറയുന്ന സംഘടന, ഈ സംഘടനയ്ക്ക് കേരളത്തിൽ ഉടനീളം ആളുകളുണ്ട്. അവരുടെ വാട്സപ്പ് വഴിയും മറ്റുമൊക്കെ അവരുടെ പ്രചാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വീട്ടിൽ പ്രസവിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനു വേണ്ട പിന്തുണ നൽകുക എന്നതാണ്. അതാണ് അവർ അതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിൽ വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളെയൊക്കെ തന്നെ വിളിച്ചു വരുത്തി അവർക്ക് ഒരു അവാർഡ് ദാന ചടങ്ങ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ചടങ്ങിൽ പ്രസംഗിക്കാൻ എത്തിയ സ്ത്രീകളുടെ വേഷം അതും നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ കൃത്യമായി തന്നെ അക്കുഷ് എന്ന് പറയുന്ന ആ ഒരു സംഘടനയ്ക്ക് കൃത്യമായ ഉദ്ദേശമുണ്ട്. അവർ ആ ഉദ്ദേശം പിന്തുടർന്ന് മുന്നോട്ട് പോകുന്നവർ കൂടിയാണ്. അതെ, തീർച്ചയായും അത് കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോഗ്യ മേഖലയെ തന്നെ വെല്ലുവിളിക്കുന്ന സമീപനങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ അത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള അനാരോഗ്യകരമായ പ്രവണതകൾ സമൂഹത്തിൽ വ്യാപകമാക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പ്രചാരണം നടത്തുന്ന സംഘടനകൾക്കെതിരെ അത് വലിയ നിയമ നടപടികൾ തന്നെ സ്വീകരിക്കേണ്ടതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ആരോഗ്യ മേഖലയിൽ നിന്നുള്ളവർ അല്ലെങ്കിൽ നിയമ സംവിധാനം, പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ നീങ്ങാൻ മടിക്കുന്നത്? അനഘ ഹർഷൻ. കൃത്യമായി തന്നെ വിനോദ്, ഈ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും അവർ മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ അവർ എക്കാലത്തും ഭയക്കുന്നത് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ വിഭാഗം പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ് ഈ മുസ്ലിം അതായത് ഇപ്പോൾ നിലവിൽ ഈ ഇതിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ മുസ്ലിം വിഭാഗത്തിൽ പെട്ടവരാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം. ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ വത്സൻ തില്ലങ്കേരി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്വാഗതം ശ്രീ വത്സൻ തില്ലങ്കേരി. അതായത് ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, കേരളത്തിൽ ശരീഅത്ത് പ്രസവം വ്യാപകമാക്കാൻ ഒരു സംഘടന ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ശരീഅത്ത് അനുസരിച്ച് വീട്ടിൽ പ്രസവിക്കുന്നവർക്ക് അവർ അവാർഡുകൾ ഏർപ്പെടുത്തുന്നു. അക്കുഷ് എന്നാണ് ഈ സംഘടനയുടെ പേര്. അതായത് മലപ്പുറം കേന്ദ്രമാക്കിയുള്ള കോഴിക്കോട് മേഖലയിലുള്ള ഒരു സംഘടനയാണിത്. വീട്ടിൽ പ്രസവിക്കുന്നവർ ധീര വനിതകളെന്ന് ഇവർ പ്രഖ്യാപനം നടത്തുകയാണ്. വീട്ടിൽ പ്രസവിച്ച കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ളവരുടെ സംഗമം വരെ ഇവർ നടത്തിക്കഴിഞ്ഞു. അതേസമയം സംഭവത്തിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കേരളം താലിബാനാണോ എന്ന് സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയരുന്നു. ആരോഗ്യ മേഖലയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള പുതിയ സന്ദേശമാണ് ഇവർ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനിടയിൽ അല്ലെങ്കിൽ വനിതകൾക്കിടയിൽ ശരീഅത്ത് പ്രസവം എന്നവർ പരസ്യമായി പറയുന്നില്ല എങ്കിലും വീടുകളിൽ പ്രസവം നടത്തുന്നതാണ് ധീര വനിത അല്ലെങ്കിൽ ധീരവനിതയുടെ ലക്ഷണം അതാണ് എന്നുള്ള തരത്തിൽ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ ആകെ തകിടം മറിക്കുന്ന ഒരു വലിയ പ്രചാരണം, തെറ്റായ രീതിയിലുള്ള വ്യാഖ്യാനം നടത്തി ഇത്തരത്തിലുള്ള അവർ ശരീഅത്ത് നിയമം നടപ്പാക്കാനുള്ള ഒരു കുറുക്കുവഴി അവർ നടപ്പാക്കുന്നു. ഈ സ്ത്രീകൾക്ക്, ഇങ്ങനെ വീടുകളിൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് അവാർഡ് വരെ നൽകുന്നു. എങ്ങനെ കാണുന്നു ഈ ഒരു സംഭവവികാസത്തെ, ഒരു സംഘടനയുടെ ഇത്തരത്തിലുള്ള നീക്കത്തെ ശ്രീ വത്സൻ തില്ലങ്കേരി? ഇവിടെ ഇപ്പോൾ വ്യക്തമാക്കിയതുപോലെ നമ്മുടെ വളരെ പുരോഗമിച്ച നമ്മുടെ സമൂഹത്തെ 6-ാം നൂറ്റാണ്ടിലേക്ക് ബലപൂർവം തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായ ഒരു പരിശ്രമം, പിന്തിരിപ്പൻ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇത്തരം നടപടികളിലൂടെ വ്യക്തമാവുന്നത്, വെളിവാകുന്നത്. നമ്മുടെ കേരളത്തെക്കുറിച്ച് പറയാറുള്ളത്, നമ്മൾ ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണ്. നമ്മുടെ ഈ കേരളത്തിൽ സാർവത്രികമായി ആരോഗ്യ മേഖല ശക്തമാണ്. ഓരോ വീടിനെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആരോഗ്യ പ്രവർത്തനത്തിനുള്ള സംവിധാനം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ തൊട്ട് മെഡിക്കൽ കോളേജുകൾ വരെയുള്ള വിപുലമായ ഒരു ശൃംഖലയുണ്ട്. നമ്മുടെ രാജ്യത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ പ്രതി ശീർഷ ആരോഗ്യ സംവിധാനത്തിന്റെ കാര്യത്തിൽ, ഡോക്ടർമാരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ, ആശുപത്രികളുടെ കാര്യത്തിൽ, ചികിത്സാ സൗകര്യങ്ങളുടെ കാര്യത്തിലെല്ലാം വളരെ മെച്ചപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ അങ്ങനെയുള്ള ഈ കേരളത്തിൽ തന്നെയാണ് വളരെ വളരെ യാഥാസ്ഥികമായ, പിന്തിരിപ്പനായ ഇത്തരം നിലപാടുകൾ
പ്രചരിക്കുന്നതും അതിന് സ്വീകാര്യത ഉണ്ടാകുന്നതും എന്നത് വളരെ വളരെ അപകടകരമായ കാര്യമാണ്. ശരിയാണ്, കുറെ കാലം മുമ്പ് വരെ വീടുകളിൽ പ്രസവം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ പരിണതഫലം എന്നുള്ളതും നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് ശിശു മരണ നിരക്ക് വളരെ കൂടുതലായിരുന്നു. പ്രസവത്തിനിടയിൽ കുഞ്ഞും പലപ്പോഴും അമ്മയും കുഞ്ഞുമെല്ലാം മരിച്ചു പോകുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിലാണ് വീട്ടിലെ പ്രസവം നിരോധിക്കുക എന്ന തലത്തിലല്ല, ബോധവൽക്കരണത്തിലൂടെ അതിന്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് ആശുപത്രിയിലേക്ക് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ പറ്റുന്ന ആരോഗ്യ സംവിധാനങ്ങൾ നൽകാൻ സാധിക്കുന്ന ആശുപത്രികളിലേക്ക് പ്രസവാസന്നയായ സ്ത്രീയെ എത്തിക്കുക എന്നുള്ള ഒരു സംസ്കാരം തന്നെ ഈ കേരളത്തിൽ ഉണ്ടായത്, നമ്മുടെ രാജ്യത്തുണ്ടായത്, ലോകത്തെമ്പാടും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ആശുപത്രികളിലുള്ള ഈ പ്രസവം എന്ന് പറയുന്നത് അത് ആധുനിക സമൂഹത്തിന്റെ ആരോഗ്യകരമായ സാമൂഹ്യ ജീവിതത്തിന്റെ ലക്ഷണമാണ്. അതിനെതിരായിട്ടാണ് ഇത്തരമൊരു വാദം ഉയർന്നു വന്നിരിക്കുന്നത്. എന്താണ് ഇതുകൊണ്ടുള്ള മെച്ചം? എന്താണ് ഇതിന്റെ ആശുപത്രിയിൽ നിന്ന് വ്യത്യസ്തമായി വീട്ടിൽ പ്രസവം നടത്തുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? അതുകൊണ്ടുള്ള നേട്ടം എന്താണ്? ആശുപത്രിയിൽ പോയി കഴിഞ്ഞാലുള്ള കോട്ടം എന്താണ്? എന്താണ് അതിന്റെ തകരാറ് എന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഇത്തരമൊരു പ്രചരണം ഇങ്ങനെ നടക്കുമ്പോൾ അതിന് മതത്തിന്റെ ഒരു പരിധിയും പരിവേഷവും ഒക്കെ നൽകുന്നത്, അതിനനുസൃതമായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് നിശ്ചയമായും ഭാരതം പോലുള്ള ഒരു മതേതര രാജ്യത്ത്, ബഹുസ്വര സമൂഹത്തിൽ തീർത്തും അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചിലയിടങ്ങളിൽ നേരത്തെ തന്നെ ഇതുപോലെ ആരോഗ്യ പ്രവർത്തകന്മാരെയൊക്കെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വാർത്തകളുണ്ടായിരുന്നു. ചിലര് വ്യാപകമായി പോളിയോ മരുന്ന് കൊടുക്കുന്നതിനെതിരായിട്ടുള്ള പ്രചരണം നടക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി നടത്തുന്നുണ്ട്. അതെ അതെ അത് വ്യാപകമായിരുന്നു. പോളിയോ മരുന്നിനെതിരായുള്ള പ്രചാരണം വ്യാപകമായിരുന്നു. പോളിയോ മരുന്നിനെതിരായിട്ടുള്ള വ്യാപകമായ പ്രചരണം ഉണ്ടായിരുന്നു. വളരെ ദൗർഭാഗ്യകരമായ കാര്യം, മെഡിക്കൽ ബിരുദം നേടിയ ചില ആളുകൾ തന്നെ, ഡോക്ടർമാരെന്ന് പറയപ്പെടുന്ന ചില ആളുകൾ തന്നെ അതിനെതിരായിട്ട് രംഗത്ത് വന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നേരത്തെ വ്യാപകമായി പോളിയോ രോഗം ബാധിച്ച് ശാരീരികമായ വൈകല്യം സംഭവിച്ച നിരവധി ആളുകളുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ അതിന്റെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? അത് നമ്മുടെ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ, അതിന്റെ ഭാഗമായി കണ്ടുപിടിച്ച ഔഷധങ്ങൾ, അതിന്റെ ഉപയോഗം, അതാണ് ഇത്തരം ദുരന്തപൂർണമായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിതകാലം മുഴുവനും കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ, ആ അവസ്ഥയിലേക്ക് തള്ളി നീക്കപ്പെടുമായിരുന്ന ഒരുപാട് ജന്മങ്ങളെ അരോഗ ദൃഢഗാത്രരായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് ഇത്തരം ആധുനിക ചികിത്സാ സംവിധാനങ്ങളാണ്. അതിനെല്ലാം തള്ളിപ്പറയാനാണ് ചില ആളുകൾ മതത്തിന്റെ പേരിൽ തയ്യാറാകുന്നത്. എന്തിനധികം പറയുന്നു, ഇവിടെ കൊറോണ കഴിഞ്ഞതിന് ശേഷം, കൊറോണയുടെ സമയത്ത് വാക്സിൻ ഉപയോഗിക്കാൻ പോലും പാടില്ല എന്ന് പ്രചരണം ഉണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ ഇത്തരം ഔഷധങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ചികിത്സാ സമ്പ്രദായങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രജനനശേഷി നഷ്ടപ്പെട്ടു പോകും എന്ന പ്രചരണം പോലും നടക്കുന്ന കേന്ദ്രങ്ങളുണ്ട് എന്നും വാർത്തകളുണ്ട്. അപ്പൊ ആ നിലയിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ, ചില പ്രദേശങ്ങൾ ഈ ആധുനികമായ ചികിത്സാ സംവിധാനങ്ങളെയും ശാസ്ത്രത്തിന്റെ പുരോഗതിയും ഉൾക്കൊള്ളാതെ ഏതോ പഴയ നൂറ്റാണ്ടുകളിലെ ചിന്താഗതിയുമായി കഴിയുന്നുണ്ട് എന്നും അത്തരം ആളുകൾക്ക് ഇപ്പോഴും സ്വീകാര്യതയും അതുപോലെ തന്നെ സ്ഥാനവും സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുമാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്. അടിയന്തരമായി സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ട് അതിശക്തമായ കർശനമായ നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകന്മാരും നമ്മുടെ സർക്കാരും നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകളും എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ടാണ് ഒരു അക്ഷരം ഇതിനെക്കുറിച്ച് മിണ്ടാത്തത്?
നമ്മുടെ സാമൂഹ്യ പുരോഗതിയെയും ജീവിതത്തെയും പിന്നോട്ടേക്ക് ബലപൂർവ്വം വലിച്ചു കൊണ്ടുപോകുന്ന ഇത്തരം കുൽസിത ശ്രമങ്ങളെ, പിന്തിരിപ്പൻ നടപടികളെ അതിശക്തമായി അപലപിക്കാൻ എന്തുകൊണ്ടാണ് അവർക്ക് സാധിക്കാത്തത്? അവരെല്ലാവരും പ്രീണനത്തിന്റെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെയും തിണ്ണബലത്തിൽ നടക്കുന്ന ഇത്തരം ശാസ്ത്രവിരുദ്ധമായ, പുരോഗമന വിരുദ്ധമായ നടപടിയെ എന്തുകൊണ്ടാണ് എതിർക്കാത്തത് എന്നതാണ് കേരളീയ സമൂഹം ചിന്തിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. നമ്മുടെ ശാസ്ത്ര മേഖലയെ പോലും ചോദ്യം ചെയ്യുന്ന, നമ്മുടെ ആരോഗ്യ മേഖലയെ പോലും ചോദ്യമുനയിൽ നിർത്തുന്ന ഇത്തരം നീക്കങ്ങളെ എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടവർ ചോദ്യം ചെയ്യാത്തത്? ഇതുമായി ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകാത്തത്? ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഉയരുന്നത്. ഇത് താലിബാനാണോ എന്നുള്ള ചോദ്യം തന്നെ ഉയരുന്നുണ്ട്. അനഘ, നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു ഗവൺമെൻറ് ഡോക്ടറെ വിളിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഒരു ഗൈനക്കോളജി വിഭാഗം ഡോക്ടറെ പേര് പറയുന്നില്ല, ഗവൺമെൻറ് ഡോക്ടറാണ്. പക്ഷേ ഡോക്ടർ ഇപ്പോൾ പറയുന്നത് യാതൊന്നും പ്രതികരിക്കരുത് എന്നാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആരും മിണ്ടില്ല. ആരോഗ്യവകുപ്പിലെ ഒരു ഡോക്ടർക്ക് പോലും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ ഭയമാണ്. ഒരു സംഘടന ഇങ്ങനെ പരസ്യമായി പറയുകയാണ്, വീടുകളിൽ പ്രസവിക്കൂ, നിങ്ങൾക്ക് അവാർഡ് തരാം എന്നുള്ള തരത്തിൽ, ആശുപത്രിയിലേക്ക് ആരും പോകണ്ട എന്നുള്ള തരത്തിൽ. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ആരോഗ്യ മേഖലയിലുള്ള ഡോക്ടർമാർക്ക് പോലും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ഇക്കാര്യത്തിൽ സംസാരിക്കാൻ ശ്രമിച്ചു, ആ മന്ത്രി ഫോൺ എടുക്കുന്നില്ല. അനഘ, ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ പലരും ഭയപ്പെടുന്നു. അനഘ, തീർച്ചയായും വിനോദ്, ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് എല്ലാ കാലത്തും ഇടതുപക്ഷം എടുക്കുന്ന ഒരു നയമുണ്ട്. അതായത് ഇത്തരം നിലപാടുകളോട് നിശബ്ദത പാലിക്കുക എന്നതാണ്. അത് ആ അതോറിറ്റിക്ക് മൊത്തം നൽകുന്ന ഒരു നിർദ്ദേശം അവർ നൽകാറുണ്ട് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. അത്തരത്തിലൊരു ഗവൺമെന്റ് ഡോക്ടർക്ക് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട് പോലും അതിനെതിരെ ആർജവത്തോടെ പ്രതികരിക്കേണ്ടവരാണ് ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാർ. പക്ഷെ അവർ പോലും ഈ വിഷയത്തിൽ തങ്ങൾ പ്രതികരിക്കാനില്ല എന്ന് പറയുന്നിടത്ത് ഈ കേരളത്തിന്റെ ഒരു പോക്ക് എന്നതാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ട കാര്യം. കാരണം ഇത്തരത്തിൽ വീട്ടിൽ പ്രസവിച്ചാൽ ഉണ്ടാകുന്ന ഒരു ജീവന് പോലും അപായം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലവിലെ സമൂഹത്തിൽ ഉണ്ട് എന്നതാണ്. അങ്ങനെ മലപ്പുറത്തടക്കം നിരവധി മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും വലിയൊരു ഹൈപ്പിലേക്ക് പോകുന്നില്ല എന്നതാണ് അവസ്ഥ. പല മാധ്യമങ്ങളും നമ്മളെപ്പോലുള്ളവർ മാത്രമാണ് അത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. മറ്റു മാധ്യമങ്ങളൊക്കെ ഇത് മനഃപൂർവ്വം തിരസ്കരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വീട്ടിൽ പ്രസവിച്ചിട്ടുണ്ടാവുന്ന മരണങ്ങൾ ഉണ്ടായിട്ട് പോലും അത് വലിയ രീതിയിൽ വാർത്തയായി പുറത്തേക്ക് വരാത്തത് എന്നതാണ് വസ്തുത. പക്ഷെ ഇങ്ങനെയൊരു സംഭവം ഒക്കെ ഉണ്ടാകുമ്പോൾ പോലും അതിനെതിരെ പ്രതികരിക്കേണ്ട ഉന്നത തലത്തിലുള്ളവർ, ആരോഗ്യരംഗത്തുള്ളവരൊക്കെ തന്നെ മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ സംബന്ധിച്ച ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് മറ്റെവിടെയും ഇല്ലാത്തൊരു രീതിയിലുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നത് എന്നതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരത്തിൽ വീട്ടിൽ പ്രസവിച്ച സ്ത്രീകൾക്ക് ഈ അവാർഡ് വിതരണം നൽകുക എന്നത്. കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഈ അവാർഡ് വാങ്ങാൻ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് സ്ത്രീകൾ അവർ പ്രസവിച്ച കുട്ടികളുമായി ആ വേദിയിലേക്ക് എത്തുന്നു. അവരെ ധീര വനിതകളാണ്, നിങ്ങൾ വീട്ടിൽ പ്രസവിച്ചവരാണ് എന്നതൊക്കെ പറയുന്നു. മറ്റുള്ളവർ കൂടി ഇത്തരത്തിൽ വീട്ടിൽ പ്രസവിക്കുന്ന രീതിയിലേക്ക് മാറണം എന്നതാണ്. അതായത് ഇവിടെയുള്ള അവരുടെ മതം പറയുന്ന ശരീഅത്ത് നിയമം അനുസരിച്ച് മുന്നോട്ട് പോകണം. ആ രീതിയിലേക്ക് കാര്യങ്ങളുടെ അജണ്ട സെറ്റ് ചെയ്ത് ചിലർ പ്രവർത്തിക്കുന്നുണ്ട്. ആ അജണ്ടയുടെ ഭാഗമായി ചിലർ ആ രീതിയിലേക്ക് സമൂഹത്തിന്റെ ഒരു വിഭാഗം പോകുന്നുണ്ട് എന്നതാണ് നമുക്ക് ഈ സംഭവത്തിലൂടെ മനസ്സിലാകുന്നത്. അതിനെതിരെ പ്രതികരിക്കാൻ ആർജവമുള്ള ഒരാളും പുറത്തേക്ക് വരുന്നില്ല എന്നതാണ്. ഇടതുപക്ഷത്തോടെ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രതികരണം പോലും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ല എന്നതാണ്. എന്തായാലും ഈ ആരോഗ്യ രംഗത്ത് ഇത്രയധികം പുരോഗതി ഉണ്ടാകുമ്പോഴും ജീവന് പോലും ഭീഷണിയാകുന്ന രീതിയിലേക്ക് വീട്ടിലെ പ്രസവത്തിന് അവാർഡ് വിതരണം ചെയ്യുന്ന ഒരു കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവം കേരളത്തിൽ മാത്രമേ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ് ആരോഗ്യ കേരളത്തിൽ നടക്കുന്നത്. വീടുകളിൽ പ്രസവം നടത്തുന്ന സ്ത്രീകൾക്ക് അവാർഡ് കൊടുക്കാൻ ഒരു സംഘടന മുന്നോട്ട് വന്നിരിക്കുന്നു. ഇത് മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിലുള്ള ഒരു സംഘടനയാണ് ഇത്തരത്തിൽ നീക്കം നടത്തിയത്. പക്ഷേ ഇതിനെതിരെ ഈ മേഖലയിലുള്ള ആരും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ വിരോധാഭാസമായുള്ള കാര്യം. ഈ വാർത്തകൾ പങ്കുവെക്കുകയായിരുന്നു അനഘ ഹർഷൻ.